ബഡീസ് ഇന്ന് അമ്മയുടെ വക ദോശയും പരിപ്പ് കറിയും കട്ടൻ കാപ്പിയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും കൈക്കോട്ടെടുത്ത് നേരെ അമ്മയുടെ തോട്ടത്തിലേക്ക്. അമ്മ 2-3 ദിവസമായിട്ട് എന്നോടൊരു സഹായം ചോദിക്കുകയായിരുന്നു. അമ്മ കാണുന്ന പോലെയല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് പച്ചമരുന്നൊക്കെ അറിയാം. പല്ലുവേദനയ്ക്കും തീപ്പൊള്ളലിനുമുള്ള മരുന്ന് ഞങ്ങളുടെ ഉണ്ട് ബഡീസ്. വേണ്ടവർ കോൺടാക്ട് ചെയ്യണേ. അമ്മയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത മരുന്നുകളാണ് അത്ര. അമ്മയുടെ തോട്ടത്തിൽ ഇല്ലാത്ത ചെടികളില്ല കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഡ്യൂട്ടി കയറുന്ന സമയത്താണ് സ്കൂട്ടിയിൽ എന്തിന്റെയോ കാൽപ്പാട് കണ്ടത്. ഒന്നുമല്ല, പൂച്ചയുടെ കാൽപ്പാടാണ്. നട്ടുച്ച സമയത്താണ് ഡ്യൂട്ടിക്ക് കയറുന്നത്. കഴിക്കാൻ പറ്റാത്ത വെയില്. അങ്ങനെ ആദാമിന്റെ ചായക്കടയിൽ നിന്ന് ആദ്യത്തെ ഓർഡർ. അതും കഴിഞ്ഞ് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലായിരുന്നു ഓർഡർ. ടോപ്പിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ ഉണ്ടായ ബിരിയാണിയുടെ വാസന എന്നെ വല്ലാതെ തളർത്തി. കാരണം ഞാൻ കഴിച്ചിട്ടില്ല. ഭക്ഷണം ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. ഡെലിവറി പാർട്ട്നേഴ്സായ ഞങ്ങൾക്ക് തനിച്ചൊരു റൂട്ടില്ല. വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ അല്ല ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. എല്ലാവരും വണ്ടി ഓടിക്കുന്ന റോഡിലൂടെ തന്നെയാണ് ഞങ്ങൾ ഓടിക്കുന്നത്. ടൗൺ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ടാവും. 5-10 മിനിറ്റ് ഭക്ഷണം വൈകിയാൽ ഞങ്ങൾ ക്ഷമിക്കണം എന്നാണ് ഞങ്ങൾ റിക്വസ്റ്റ്. ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചത് 5:15. പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നവർ 5 മണിക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് രാപ്പകലില്ലാത്ത ഡ്യൂട്ടിയാണ്. ഇത്രയും പറയാൻ കാരണം ഇന്നൊരു കസ്റ്റമർ എന്നോട് റഷായി പെരുമാറി. 2-3 മിനിറ്റ് ഭക്ഷണം വൈകിയതിന്. നിങ്ങളുടെ തീൻമേശയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഞങ്ങളെ അൺറെസ്പെക്ട് ചെയ്തേ.